ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും വിഷു ആശംസകൾ എൻ്റെ ഫാമിലിയുടെയും. അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ നന്നായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും നല്ല രീതിയിൽ ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ കണിയൊക്കെ ഒരുക്കി, പിന്നെ അത് കഴിഞ്ഞ് അടുക്കളയിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് അച്ചാറുണ്ടാക്കാമെന്ന് വെച്ചു. ഒരു മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒന്ന് തട്ടിക്കൂട്ടൊരു അച്ചാറൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ രാവിലെ കാപ്പിക്ക് ഇടിയപ്പമായിരുന്നു കേട്ടോ. ഇടിയപ്പം മുട്ടക്കറിയായിരുന്നു. പിന്നെ കറി എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുട്ടക്കറി, പിന്നെ സാമ്പാർ വെച്ചു, പിന്നെ അവിയലുണ്ടായിരുന്നു, പിന്നെന്താണ് ഇഞ്ചിമ്പുളി ഉണ്ടായിരുന്നു കേട്ടോ, അതുണ്ടായിരുന്നു. പിന്നെ വെള്ളരിക്ക പച്ചടി ഉണ്ടായിരുന്നു, പിന്നെ തൈരുണ്ടായിരുന്നു, പിന്നെ ക്യാബേജ് തോരൻ, പപ്പടം, അച്ചാർ, ഇതൊക്കെ കേട്ടോ. അപ്പം ഇതൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവരും. പിന്നെ അങ്ങനെ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ പൊന്നൂസ് ഇവിടുന്ന് കളിയാണ് കേട്ടോ. അപ്പോൾ അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇത് പെട്ടെന്നുണ്ടാക്കിയ അച്ചാറായിരുന്നു കേട്ടോ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ പപ്പടമൊക്കെ കാച്ചി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ പപ്പടവും അവിയലൊക്കെ കൂട്ടി തന്നെ അടിപൊളി ടേസ്റ്റാണ് ഇത്. പിന്നെ ഏട്ടൻ്റെ ചേട്ടൻ്റെ പിള്ളേർക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ചയായപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചോറിനാനായിട്ട് ഇരിക്കാം കേട്ടോ. അപ്പോൾ അവിയലും ക്യാബേജ് തോരൻ, ഇഞ്ചിമ്പുളി, സാമ്പാർ, അങ്ങനെ എല്ലാ കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർ അവർ 3 പേരും ആദ്യം ഇരുത്തിട്ട്, പൊന്നൂസിനെയും സ്വാതിനെയും കണ്ണനെ ആദ്യം ഇരുത്തി കേട്ടോ. അപ്പോൾ അവർ ടി വി കൊണ്ട് ഫുഡ് കഴിക്കണം. പക്ഷേ പൊന്നൂസ് കഴിച്ചില്ല കേട്ടോ. പൊന്നൂസ് അതിലൂടെ ഇതിലൂടെയെല്ലാം നടക്കുമായിരുന്നു. അവിടെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ചിപ്സ് കുറച്ച് തിന്നുകൊണ്ട് കേട്ടോ. പിന്നെ അവൾക്ക് വെള്ളം എടുക്കണമായി, വേറെ ചില ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നതായി, അങ്ങനെയൊക്കെ ഒരു കളിയായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് പിടിച്ചിരുത്തി, പക്ഷെ അവൾ ഇരുന്നൊന്നുമില്ല, ചോറൊന്നും വാരി ഉണ്ടില്ല. അപ്പം പിന്നെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊഞ്ഞാലാടാനായിട്ട് പുറകിലോട്ട് വന്നിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങളൊരു വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ ഈ എന്താ പറയുക, വിഷുവൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ലൊരു രസമാകട്ടെ, അങ്ങനെയൊക്കെ. പിന്നെ പെട്ടെന്നൊക്കെ ചിലപ്പോൾ ഉറക്കമൊക്കെ വരും, അങ്ങനെയൊക്കെ അടിപൊളിയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോകാനായിട്ട് റെഡിയാകും കേട്ടോ. അപ്പം ഏട്ടനും പൊന്നൂസൊക്കെ റെഡി. അപ്പം ഞങ്ങൾ പിന്നെ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് പിള്ളേരോടൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. കട്ടൻ ചായ അമ്മ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോപ്കോൺ ഉണ്ടായിരുന്നു, പിന്നെ ഇഡ്ഡലി, രാവിലത്തെ കാപ്പി ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഞങ്ങളങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്നു കേട്ടോ. പൊന്നൂസ് ഡെസ്കിൽ കയറി നിൽക്കണം കേട്ടോ. അവൾ വഴക്കായിരുന്നു. പിന്നെ ഒരു കസേരയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിർത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ മുറ്റത്തൂടെ നടത്തുക കേട്ടോ. അപ്പം പിന്നെ പിള്ളേരുടെ തുണിയായിട്ട് അവൾ നടക്കും കേട്ടോ. അമ്മ അപ്പം ഉണങ്ങിയ തുണിയെല്ലാം എടുത്ത് വെച്ചപ്പോൾ അവൾ അതിലേക്ക് കുറച്ച് കൊടുത്തു. അപ്പോൾ അവളത് പിടിച്ചുകൊണ്ടങ്ങ് പിന്നെ കൊടുത്തു. പിന്നെ ഞങ്ങൾ പോകാനൊക്കെ ആയിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷു സ്പെഷ്യൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ, ബൈ.